കേടാവാതെ ബ്രസ്റ്റ് മിൽക്ക് എങ്ങനെ സൂക്ഷിക്കാമെന്ന് ഇന്നത്തെ ബിസി ലൈഫിലുള്ള എല്ലാ അമ്മമാർക്കും ഉള്ള ഡൗട്ടാണ് അല്ലേ? നമസ്കാരം, ഞാൻ ഡോക്ടർ അമലു അംബാബു, കുട്ടികളുടെ കുട്ടി ഡോക്ടർ. ഓഫീസിൽ പോകുന്ന അമ്മമാര്, ടീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് ഒരു 4 to 6 hours മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഈ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എക്സ്പ്രസ് ചെയ്ത മിൽക്ക് സ്റ്റോർ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസസ് ഫോളോ ചെയ്യുക എന്നുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റോർ ചെയ്യാം? അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും CDC ഗൈഡ് ലൈൻസും അനുസരിച്ച് നമുക്ക് ഫ്രഷ്ലി എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് 4 മണിക്കൂർ വരെ സേഫ് ആയിട്ട് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി 4 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ എക്സ്പ്രസ് ചെയ്ത മിൽക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അമ്മമാർക്ക് 1-2 ദിവസം ഒന്ന് മാറി നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷനിൽ ഈ എക്സ്പ്രസ് ചെയ്ത മിൽക്ക് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ഈ മിൽക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുള്ളത്. ഇതൊന്നും അല്ലാതെ ചില അമ്മമാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ എനിക്ക് കുറച്ചധികം നാൾ പഠന ആവശ്യത്തിനോ അല്ലെങ്കിൽ ജോലിക്ക് ആവശ്യത്തിനോ ഒക്കെ ആയിട്ട് കുഞ്ഞിൻ്റെ അടുത്തൊന്ന് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ എക്സ്പ്രസ് ചെയ്ത മിൽക്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ളത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ എക്സ്പ്രസ് ചെയ്ത മിൽക്ക് വളരെ ഹൈജീനിക് ആയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക എന്നുള്ളത്. CDC, WHO, അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന പാല് നമുക്ക് ഐഡിയലി 6 months വരെയും മാക്സിമം 1 year വരെ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. പക്ഷേ 6 മാസത്തിന് ശേഷം ഇതിൻ്റെ കുറച്ച് ന്യൂട്രിറ്റീവ് വാല്യൂ നഷ്ടപ്പെടുന്നതായിട്ട് പഠനങ്ങളിൽ കാണിക്കുന്നുണ്ട്. എക്സ്പ്രസ് ചെയ്ത ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യേണ്ട രീതികളെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ അമ്മമാർക്കുള്ള കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ്, ഡോക്ടറെ ഈ ഫ്രിഡ്ജിൽ വെച്ച മിൽക്ക് നമ്മൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത്. CDC റെക്കമെൻഡേഷൻ അനുസരിച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന മിൽക്ക് 4 മണിക്കൂറിനുള്ളിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം 4 മണിക്കൂറിന് ശേഷം കണ്ടാമിനേഷനുള്ള സാധ്യതകളുണ്ട്. ഇനി ഫ്രിഡ്ജിലിരിക്കുന്ന മിൽക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല അല്ലേ, കാരണം അതിന് തണുപ്പുണ്ട്. അപ്പോൾ ഈ മിൽക്ക് നമുക്കൊരു 1 to 2 hours റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചൂടുവെള്ളമുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ നമ്മുടെ എക്സ്പ്രസ് ചെയ്ത മിൽക്ക് മറ്റൊരു പാത്രത്തിൽ വെച്ചിട്ട് തോ ചെയ്തെടുക്കുക. അതായത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഓവർ ഹീറ്റ് ചെയ്യാനും പാടില്ല, തണുത്ത പാലും നമുക്ക് കൊടുക്കാൻ പാടില്ല. സോ ഇങ്ങനെ തോ ചെയ്തെടുത്ത മിൽക്ക് നമുക്കൊരു മാക്സിമം ഒരു 2 hours നമുക്ക് കൊടുക്കാവുന്നതാണ്. 2 hours ശേഷം നമ്മളിത് പുറത്ത് സ്റ്റോർ ചെയ്യുന്നത് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ തോ ചെയ്ത മിൽക്ക് എടുത്ത് തിരിച്ച് റീഫ്രീസ് ചെയ്യാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഫ്രീസ് ചെയ്ത മിൽക്ക് ആണെങ്കിലോ അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഫ്രീസറിലിരിക്കുന്ന മിൽക്ക് എടുത്ത് നമ്മൾ റെഫ്രിജറേറ്ററിൽ ഒരു നൈറ്റോ അല്ലെങ്കിൽ ഒരു 7 to 8 hours വെക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഫ്രിജറേറ്ററിൽ ഇരിക്കുന്ന മിൽക്ക് നമുക്ക് തോ ചെയ്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ ഫ്രീസറിൽ നിന്നും റെഫ്രിജറേറ്ററിലേക്ക് നമ്മൾ മാറ്റി വെച്ച മിൽക്ക് നമുക്ക് മാക്സിമം 24 hours വരെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാവുന്നതാണ്. സോ ഈ ബിസി വർക്കിംഗ് ലൈഫിൽ നമ്മുടെ പേരൻസിന് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമുള്ളവരാണ് ഓൾമോസ്റ്റ് എല്ലാവരും. സോ അച്ഛനും അമ്മയും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ കുഞ്ഞു വാവകളെയൊക്കെ നോക്കി വരുന്നത്. സോ എല്ലാവർക്കും ഈസി ആയിട്ട് ഫോളോ ചെയ്യാവുന്ന ടെക്നിക്കുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ പാല് അധികമായിട്ടുള്ള അമ്മമാർ, അല്ലെങ്കിൽ ഒരുപാട് നാളത്തേക്ക് നമുക്ക് പാല് സൂക്ഷിക്കണം എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ പാല് ഫ്രീസ് ചെയ്യുക എന്നുള്ള കാര്യം. നമുക്കറിയാം, നമ്മുടെ അടുത്തിടെ ഉണ്ടായ വയനാട് ദുരന്തത്തിൽ അവിടെയുള്ള കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് അമ്മമാർ അവരുടെ പാല് ഫ്രീസ് ചെയ്തിട്ട് ഇതുപോലെ ഹ്യൂമൻ മിൽക്ക് ബാങ്കിങ് വഴി അവരിലേക്കൊക്കെ എത്തിക്കാനൊക്കെ സാധിച്ചു. അതുപോലെ തന്നെ ഈ നവംബറിൽ നമ്മുടെ ടെക്സസിലുള്ള ഒരു 36-year-old മദർ ഒരു 2600ഓളം ലിറ്റർ പാലാണ് ഫ്രീസ് ചെയ്ത് ഇതുപോലെ സൂക്ഷിച്ച് ഗിന്നസ് റെക്കോർഡിൽ വരെ പേര് നേടിയിട്ടുള്ളത്. സോ ഇത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സോ നമ്മുടെ കുഞ്ഞുങ്ങൾ മിടുക്കരായിട്ടും ഹെൽത്തി ആയിട്ടും വളരണം എന്നുണ്ടെങ്കിൽ 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് അതായിരിക്കണം നമ്മളുടെ പ്രയോറിറ്റി.